ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 1. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജി, 10 ഓഫ് സോഡ്സിൻ്റെ എനർജി, 8 ഓഫ് കപ്സിൻ്റെ എനർജി, ജഡ്ജ്മെൻറ്റ്. ബാക്കിൽ 8 ഓഫ് എല്ലാ കാർഡും കൂടെ ഒരുമിച്ച് വേണം. ബാക്കിൽ 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ മേജറായിട്ടുള്ള ഷിഫ്റ്റ്, മാറ്റം, ചേഞ്ച്, ഓക്കെ, ആ ഒരു എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു ഹീലിംഗ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഡൈനാമിക്സ് ആഡ് ആകുന്നതായിരിക്കാം, എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി, മെമ്മറി ആഡ് ആകുന്ന ഒരു ബ്ലെസ്സിങ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ ബോർഡം, ഒത്തിരി നാളായിട്ട് ഒന്നും ചെയ്യാനില്ല, റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെയിം റിസൾട്ട്, ആ ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റം കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയം വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൽ നിങ്ങളുടെ മെൻ്റൽ പ്രോസസ്സ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, പാസ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ എന്ത് എനർജിയാണ് വരുന്നത്, എന്ത് ട്രിഗേഴ്സാണ് വരുന്നത്, അതിലൊക്കെ മേജറായിട്ടുള്ള ഷിഫ്റ്റ്, മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം, ഈ ഒരു എനർജി ചേഞ്ചിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് കരുതുന്നത്, നിങ്ങളുടെ എനർജി എന്താണ്. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നേക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക, ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ തെറ്റുകളായിക്കോട്ടെ, നിങ്ങളുടെ ഷാഡോസ് ആയിക്കോട്ടെ, ഓക്കെ, അതിനെ ഓവറായിട്ട് നിങ്ങൾ എന്താ പറയുക, ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാക്കുക. എന്താണോ എനിക്ക് ലൈഫിൽ നല്ലത് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതിന് പകരമായിട്ട് നിങ്ങളെ ഓവറായിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങളെ വെച്ചിട്ട് വേറൊരു വ്യക്തിയായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഓവറോളുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡായിരിക്കാം. അത് നിങ്ങൾ ചെയ്യാതിരിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ കരുതുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ്, അതെല്ലാം റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിൽ നിന്നും ഉയരാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിലെ തെറ്റുകൾ, പാസ്റ്റിലെ കാര്യങ്ങളല്ല നിങ്ങൾ, ഓക്കെ, കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് ഏതാണ് ബെറ്റർ പാത്ത് എന്ന്, ഏതാണ് നല്ല വഴിയെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉയരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമേജ് മിററിൽ നോക്കുന്ന സമയത്ത് എന്ത് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ എന്ത് റിഫ്ലക്ഷനാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, അതിലെല്ലാം മേജറായിട്ടുള്ള ഷിഫ്റ്റ്, ചേഞ്ചസ് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ലൈഫിൽ എനിക്ക് ഒരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അപ്പം മേജറായിട്ടുള്ള ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നതായിട്ട് യൂണിവേഴ്സിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വാക്കുകളുടെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് നല്ല നല്ല മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തികളുടെ വൈബ്രേഷൻ നിങ്ങളുടെ എനർജി കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. മെയിനായിട്ട് നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 2.
ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയെക്കുറിച്ചിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കുറേ കൂടെ ഒരു ഐഡിയ, അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡെപ്ത് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പീസ് ആൻഡ് ഹാർമണിയുടെ എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്ര, കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് പറ്റുന്നില്ല, പറയണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എല്ലാം ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഓക്കെ, വോയിസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, ത്രോട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, അതെല്ലാം ഒരു ഷിഫ്റ്റ്, ഒരു ചേഞ്ചിലോട്ട് വരുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്ര ഹീലിങ്ങിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഓപ്പണായിട്ട് തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ഒരു എനർജി, സത്യം പറയാനായിട്ടുള്ള ഒരു എനർജി, ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നതാണ്. ആ എനർജീസിലൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ സൈഡ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നുണ പറയേണ്ടി വന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആ എനർജീസ് നിങ്ങളെ ഒത്തിരി ഫ്രസ്ട്രേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ഹീലിംഗ്, ഒരു റിലീസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് സോഡ്സ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമം, എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റിയുടെ എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു ദിവസം വന്നിട്ട്. എഗെയിൻ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ബാക്കിലിവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലൊരു ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഒത്തിരി മാറ്റം അല്ലെങ്കിൽ വ്യക്തത വരുന്നതായിട്ട് ഈ ഒരു ദിവസം ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാകുന്നതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ ഇൻറ്റ്യൂട്ടീവായിട്ട് കുറച്ച് പേർക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സാഡ്നെസ്, ഈ ഒരു ഗിൽട്ട് ഫീലിംഗ്, കുറ്റബോധം, അങ്ങനത്തെ എനർജീസ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ഒത്തിരി സ്റ്റഫ് ചെയ്ത് വച്ചേക്കുന്ന കൊണ്ടിട്ട്, ഒത്തിരി അടിച്ചമർത്തി വച്ചേക്കുന്ന കൊണ്ടിട്ടും ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുറത്തോട്ട് കളയാനായിട്ട് ശ്രമിക്കുക. അതിന് ജേർണലിംഗ്, എഴുതുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വിശ്വാസമുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറപ്പി ആവശ്യമുണ്ടെങ്കിൽ അതിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഡോക്യുമെൻ്ററീസ്, ഹീലിങ്ങിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ 3 ഓഫ് കപ്സിലും ഒത്തിരി സപ്പോർട്ടിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് സ്പിരിച്വൽ ഗ്രൂപ്പ് ആയിരിക്കാം, കമ്മ്യൂണിറ്റി ആയിരിക്കാം. ആ ഒരു എനർജിയിൽ നിന്നിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. ചിലപ്പോൾ ഹൈ വൈബ്രേഷനുള്ള വ്യക്തികളുടെ എനർജി നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട്, അവരുമായിട്ടുള്ള എനർജി എക്സ്ചേഞ്ച് കുറച്ച് പേർക്ക് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഫാമിലി ഫ്രണ്ട്സിൻ്റെയോടൊപ്പം. കുറച്ച് പേര് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഈവനിങ് ടൈം, ഏർലി മോർണിംഗ് ടൈം കുറച്ച് പേര് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വാട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കും. അങ്ങനത്തെ പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ എനർജി, ലാവൻഡറിൻ്റെ എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ലാവൻഡർ ഓയിൽ മേടിക്കുക, ലാവൻഡറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ലാവൻഡർ കളർ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഹാർട്ട് സ്പേസിലെ ഹീലിംഗ് ആണ്. കുറച്ച് പേർക്ക് ഗിഫ്റ്റ്സ് ലഭിക്കുന്നുണ്ടാകാം, റോസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒൺലി തിങ് ഈ ഒരു സാഡ്നെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അതൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.